കല്യാണം കഴിഞ്ഞാല് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറുന്നൊരു വാക്ക് ഏതാണെന്ന് അറിയാവോ? ഞാൻ പോയിട്ട് വരാന്നുള്ളത്. ഞാൻ പോയിട്ട് വരാന്നുള്ളത് പതിയെ ഞാൻ പൊക്കോട്ടെ എന്നായി മാറും. ആ മാറ്റം പലപ്പോഴും നമ്മൾ പോലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ അത് സ്നേഹം കൊണ്ടാണ്, പിന്നെ അതൊരു ശീലാവും, അവസാനം അതൊരു പെർമിഷൻ കൾച്ചറായി മാറും. ഒരു കാലത്ത് ആരുടെ അനുമതിക്കൊന്നും കാത്തു നിൽക്കാത്ത പലരും ഇന്നെന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കാന്നായി മാറി. ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ചോദിക്കും, ആൾക്കും എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോടും ചോദിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുമെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ തമ്മിൽ ചോദിക്കുന്നത് അഭിപ്രായമല്ല, പെർമിഷൻ ആണെന്ന്. പെർമിഷൻ ഉള്ളിടത്ത് അറിയാതെ പവർ വരും. ഒരാൾക്ക് വേണ്ട എന്ന് പറയാനുള്ള അധികാരം, മറ്റേ ആൾക്ക് അതിൽ സങ്കടപ്പെടാനുള്ള സാഹചര്യവും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പരസ്പരം നിയന്ത്രിക്കാൻ തുടങ്ങി. ആർക്കും മോശം ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ സ്നേഹത്തിന്റെ പേരിൽ നിയന്ത്രണം കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അതിലൊരു ചെറിയൊരു മാറ്റം വരുത്തിയത്. പോട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം, ഞാൻ ഈ ദിവസം ഫ്രണ്ടിന്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ, ഇന്ന് കുറച്ച് ലേറ്റ് ആവും എന്നായി. അത് പെർമിഷൻ ചോദിക്കലല്ല, ഇൻഫർമേഷൻ ഷെയർ ചെയ്യലാണ്. ആ ഒരു ചെറിയ മാറ്റം ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. കാരണം വിശ്വാസമുള്ള ബന്ധങ്ങളിൽ അക്കൗണ്ടബിലിറ്റി വേണം, പെർമിഷൻ അല്ല. ഇന്ന് ഞങ്ങൾ എവിടെ പോവാണെങ്കിലും എവിടെ പോകുന്നെന്നും എപ്പോ വരുന്നെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഒരാൾ ഭയന്നിട്ടൊന്നുമല്ല, പരസ്പരം ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞാലും ഫ്രീഡം നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രണ്ടുപേരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യുകയും എഫേർട്ട് ഇടുകയും ചെയ്യുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ജയിലാവില്ല. രണ്ടുപേർക്കും സമാധാനമായി തിരിച്ചു വരാൻ തോന്നുന്ന ഒരു വീടായി മാറും. ഇന്നിപ്പോ എൻ്റെ ഗേൾസിന്റെ കൂടെ കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ അനുവാദങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ലേറ്റായി വീട്ടിൽ വന്നാൽ സമാധാന അന്തരീക്ഷം തകരുമോ എന്ന് അനസിനും പേടിക്കണ്ട. രണ്ടുപേർക്കും സമാധാനമായി തിരിച്ചു വരാനുള്ള ഒരിടമായി മാറി വീട്. സോ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.